പൊളിറ്റിക്കൽ സിനിമയായിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരാളും കാണില്ല. അപ്പോൾ അതിലെന്ത് ചെയ്യണം, കുറച്ച് എൻ്റർടൈൻമെൻറ്റും കുറച്ചൊരു മെയിൻ സ്ട്രീം ആവാനുള്ള കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യണം. മമ്മൂട്ടി ഫാൻസിനെ മറ്റേ മോഹൻലാൽ ഫാൻസ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇനി കാണാടാ എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി ഫാൻസ് കുറേ പറയുന്നുണ്ട്. എന്തോ കാര്യമായിട്ടുണ്ട്, പ്രണവിനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, മിക്കവാറും കുറേ ചോരൻ്റെ സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നായകന് തന്നെയാണ് പകുതി സിനിമേൻ്റെ പകുതി കോസ്റ്റ്. അങ്ങനെ എന്തോ ഒരു പരിപാടിയിലാണ് ഈ 135 എടുത്ത് ആയിരിക്കുന്നത് സിനിമയുടെ ബഡ്ജറ്റ്. നിങ്ങൾ സിനിമ കണ്ട അറിയാം, അതിലൊന്നുമില്ല. ഓൺലി സിനിമകളും ഭയങ്കര കളക്ഷൻ കിട്ടിയത് വാർണർ ബ്രോസിനാണ്. എന്നിട്ട് വാർണർ ബ്രോസ് ഇപ്പോൾ സെല് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ വലിയൊരു താങ്ക്സ് ഉണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവരും കണ്ടതിന്. പിന്നെ കുറേ സജഷൻസും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വായിച്ചു. വീഡിയോ ആരും കാണില്ല എന്ന് വിചാരിച്ചാണ്. കണ്ടതിന് ആദ്യം തന്നെ ഒരു താങ്ക്സ് ഉണ്ട്. വീഡിയോക്ക് റെസ്പോൺസ് എങ്ങനെയുണ്ട്? 17 വ്യൂ. എനി കമന്റ്സ്? 7 കമന്റ്സ്. വായിക്കേ എണീറ്റ് പോടാ തിണ്ടി. അപ്പോൾ നമുക്ക് ഇനിയോട്ട് കുറച്ച് സ്ട്രക്ചറൊക്കെ മാറ്റി കുറേ കാര്യങ്ങൾ കുറേ സെഗ്മെൻ്റ് ആയിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിലെ നടന്ന സംഭവങ്ങൾ, മെയിൻ സംഭവങ്ങളും റിലീസ് അപ്ഡേറ്റ്സുകളും, അങ്ങനെ ആ ഒരു പാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ചെയ്യാം. പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ട കുറച്ച് സിനിമകളും സിനിമാ തിയേറ്ററിൽ പോയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഉള്ള കണ്ട കുറച്ച് സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ ഇനി വരാനുള്ളത് ഈ കമ്മിങ് വീക്കിൽ എന്തൊക്കെയാണ് കാണേണ്ടത്, എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ വല്ല പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു 3 സെഗ്മെൻറ്റൊക്കെ ആയിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോവുക എന്നാണ് ഇപ്പോഴത്തെ ഒരു കമ്മിറ്റി വക തീരുമാനം. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ലെറ്റ്സ് ഗോ. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ പുതിയൊരു AI ഇറങ്ങിയിട്ടുണ്ട്. പെൺപിള്ളേർക്ക് കളി ചോദിച്ച് വോയിസ് അയക്കാനും അതുപോലെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാനും വേണ്ടിയിട്ട് ഒരു AI വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് അജ്മൽ അമീറാണ്. ഉള്ളി ഒരു പോസ്റ്റ് ഇട്ട് അതിൽ കമൻസ് വായിച്ച് ഞാൻ കുറേ ചിരിച്ചു. അതായത് അറിയാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല. ഈ അജ്മൽ അമീർ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കെതിരെ കുറച്ച് അലിഗേഷൻസ് വന്നു. എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. പുള്ളിയാണ് ഇപ്പം എല്ലാവരും എയറിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറേ ഇങ്ങനെ അലിഗേഷൻസൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും വെരിഫൈ ചെയ്യാമെന്ന് ആരുമില്ല. പക്ഷേ അലിഗേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പുതിയ പുതിയ വീഡിയോസായിട്ട്. അപ്പോൾ അതിൽ വന്നതാണ് അജ്മൽ അമീറിൻ്റെ കാര്യം. കുറേ വോയിസ് ചാറ്റും പിന്നെ പുള്ളി കുറേ പെൺപിള്ളേർക്ക് മെസ്സേജ് അയച്ചിട്ട് ഫ്ലർട്ടിങ് മെസ്സേജും ഈ ലിറ്ററലി കളി ചോദിച്ചിട്ടുള്ള കുറേ വോയിസൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇതിങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണല്ലോ. അപ്പോൾ ഓക്കെ ശരിയെന്നാണ് ഇരിക്കുമ്പോൾ പുള്ളി ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടൊരു വീഡിയോ ചെയ്തു. പുള്ളി അറിയണത് ഇത് ഞാനല്ല, ഇതൊക്കെ ആണ് ആടാ ഞാൻ ഏൽക്കാടാ എന്നുള്ളൊരു അവസ്ഥയായിരിക്കും ഇപ്പോൾ. ഏത് ആണോ ഈ മെസ്സേജൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കണ അതേതാണ് മനസ്സിലായിട്ടില്ല. പുള്ളിക്ക് മാത്രം അറിയുന്ന എന്തോ സംഭവമാണ്. അതിൻ്റെ കമൻസിൽ ഓരോ പെൺപിള്ളേർ വന്നിട്ട്, അതായത് ചേട്ടാ എനിക്ക് അയച്ച മെസ്സേജ് ഓർമ്മയില്ലേ, അത് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കമൻസാണ് അതിലടിയിൽ. കോമഡി ആയിട്ടുള്ളത്. പുള്ളിക്ക് ആകെ കയ്യിൽ നിന്ന് പോയി. ഒന്നെങ്കിൽ മിണ്ടാതിരിക്കുക. ഓക്കെ, കാരണം ഇങ്ങനത്തെ കേസ് അറിയാലോ, ആ ഹേമ കമ്മിറ്റിയൊക്കെ വന്നപ്പോൾ തന്നെ ഉള്ള ഈ സ്ഥിരം പരിപാടിയാണ്. കാരണം ഇതിലൊന്നും ഒരു അഭിപ്രായം പറയാൻ പോകാണ്ടിരിക്കുകയാണ് ബുദ്ധി. ഈ ആഴ്ച വന്നിട്ട് പറയും ഇയാൾ ഭയങ്കര കുറ്റക്കാരൻ, ഇയാൾ സ്ത്രീ ലംബടനാണ്, ഇയാൾ പേവേർട്ടാണ്, ഇവൻ അങ്ങനെ മോശമാണെന്ന് പറയും. കുറച്ച് അതിന് അടുത്ത ആഴ്ച വന്നിട്ട് പറയും ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് കേസാണ്, ഇത് അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തതാണെന്ന് പറയും. അപ്പോൾ പിന്നെ ആദ്യം ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളിനെ തെറി വിളിക്കലും മറ്റേ സോഷ്യൽ മീഡിയ ഇട്ട് ഊക്കലായിരിക്കും. പിന്നീട് സെക്കൻഡ്ലി ഈ കേസ് ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയുമ്പോൾ ശരി, അപ്പോൾ പിന്നെ അത് കഴിഞ്ഞു. ഇതന്നെയായിരുന്നു ഹേമ കമ്മിറ്റി വന്നപ്പോൾ. അന്ന് ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ 10 പേര് അക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരാളുടെ കേസ് ഫേക്കാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ 9 കേസും ആൾക്കാർ ഫേക്കായിട്ടാണ് കാണുക. അറിയാലോ നമ്മുടെ ആൾക്കാരുടെ കാര്യം. നമ്മുടെ ആൾക്കാരെന്നല്ല, എല്ലാവരുടെയാണ് തന്നെ. 10 കേസ് ഉണ്ടെങ്കിൽ ഒരു കേസ് ഫേക്കായോ അപ്പോൾ ഈ 9 കേസും ഫേക്കാണെന്ന് എല്ലാവരും വിചാരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു കേസ് എങ്ങനെയെങ്കിലും ഫേക്കാക്കിയാൽ മതി. ബാക്കി ഇതൊക്കെ ഒരു PR കളിയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട അവർക്കൊന്നും അറിയാൻ.
അന്ന് നിവിൻ പോളിക്കെതിരെയും ജയസൂര്യക്കെതിരെയും ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഫേക്ക് കേസ് വന്നാണ്. പിന്നീട് അത് അങ്ങനെ പോയി. ശരിക്കും കേസ് വന്നവരിപ്പോൾ എന്താണ്, അവർ സുഖമായിട്ട് സിനിമ അഭിനയിച്ചിരിക്കുന്നു, അവർക്കൊരു കുഴപ്പമില്ല. ഇത് അവർക്കെതിരെ കുറ്റം പറഞ്ഞവർക്കൊരു കുഴപ്പമില്ല, കേസുമില്ല, ഒന്നുമില്ല. അത് അതിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ നമ്മളാരായി, നമ്മൾ മണ്ടന്മാരായി. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ പോകാണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രതി നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ ആഴ്ചയിലെ താരം ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പുള്ളി പറയുന്നുണ്ട്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മാരി സെൽവരാജാണ്. പുള്ളിയുടെ ദീപാവലിക്ക് ബൈസൺ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കളക്ഷനൊക്കെ കിട്ടി, 35 കോടി ആയിട്ടുണ്ട്. കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, 10 ദിവസം ഉള്ളിലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും കുറച്ച് കളക്ഷനൊക്കെ കിട്ടി. സിനിമ ഞാൻ കണ്ടു, നല്ല സിനിമ. യൂഷ്വൽ മാരി സെൽവരാജിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കാസ്റ്റ് പൊളിറ്റിക്സ്, പുള്ളിയുടെ പൊളിറ്റിക്സ്, പിന്നെ കുറച്ച് സ്പോർട്സ് പരമായിട്ടുള്ള ഒരു കബഡി പ്ലെയറിൻ്റെ റിയൽ സ്റ്റോറി ആയിട്ട് ബേസ് ചെയ്തിട്ടാണെന്ന് ഞാനൊരു പോസ്റ്റിൽ വായിച്ചു. അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു കബഡി പ്ലെയറിൻ്റെ ശരിക്കുള്ള സ്റ്റോറിയാണ് അയാളുടെ. അതിൽ കുറച്ച് ഡ്രാമാറ്റൈസേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ആ ബേസിക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഒരാളെ ബേസ് ചെയ്തിട്ടാണ്. പുള്ളി വന്നിട്ട് ഒരു സിനിമാ തിയേറ്റർ, എൻ്റെ ഈ സിനിമാ തിയേറ്റർ വിസിറ്റൊക്കെ ചെയ്യുമല്ലോ ഈ ഡയറക്ടർമാരും നടന്മാരൊക്കെ. അപ്പോൾ പുള്ളി വന്നിട്ട് പറയണം, അതിൽ ആരൊക്കെയോ ഡാൻസ് കളിച്ചു, ഡാൻസ് കളിക്കുക എന്തോ ചെയ്തു. അപ്പോൾ പുള്ളി വന്നിട്ട് പറയണം, എൻ്റെ സിനിമകൾ നിങ്ങൾ ബുക്ക് പോലെ ആണ് നോക്കി കാണേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുക അതൊന്നും അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നാണ് പുള്ളി പറയുന്നത്. ദർ ഇസ് ലിറ്ററലി എ സോങ് ഇൻ ദിസ് മൂവി, തീ കൊളുത്തി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, നൈസ് പാട്ടാണ്. അതിൽ ലിറ്ററലി ആ നായകൻ ഡാൻസ് കളിക്കുകയാണല്ലോ. അത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുത്തുപാട്ട് പോലത്തെ ഒരു മറ്റേ അങ്ങനത്തെ ഒരു പാട്ടാണത്. പിന്നെ അതെന്തിനാണ് കിട്ടിയിരിക്കുന്നത്? ഹീസ് കോൺട്രഡിക്റ്റിങ് ഹിംസെൽഫ്. ആൻഡ് എനിക്കിങ്ങനത്തെ ഈ പ്രിറ്റൻഷ്യസ്, ഞാൻ ഈ പൊളിറ്റിക്കൽ സിനിമകൾ മാത്രമേ ചെയ്യാറുള്ളൂ, എൻ്റെ സിനിമ സാധാരണ സിനിമ പോലെ കാണരുത് എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കത് പേഴ്സണലി യോജിപ്പില്ലാത്തതാണ്. അതായത് ഇങ്ങനെ പണ്ടൊക്കെ പറയില്ലേ, ഇത് എൻ്റെ സിനിമ അവാർഡ് സിനിമയാണ്, ഇത് സാധാരണ ആൾക്കാർക്കുള്ളതല്ല, ഇത് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ. ആക്ച്വലി എവരി മൂവി ഈസ് ഫോർ എൻ്റർടൈൻമെൻറ്റ് ഓൺലി. എല്ലാ സിനിമയും എടുക്കുന്നത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കാനാണ്. ഓക്കെ, അതിൽ ചില സിനിമകൾ ഇപ്പോൾ ഒരു 10 പേര് സിനിമാ തിയേറ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലവർ വെറുതെ വന്ന് ഇരുന്ന് കാണുമായിരിക്കും. ചിലപ്പോൾ വണ്ടി വല്ല സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും, 2-3 മണിക്കൂർ എങ്ങനെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന് സിനിമ കാണുന്നവരുണ്ടാവും, കപ്പിളായിട്ട് വന്നിരുന്ന് കാണുന്നവരുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ വീട്ടിൽ അടി കൂടിയിട്ട് ഭാര്യയും ഭർത്താവും വന്നിരിക്കുന്നുണ്ടാവും. ചിലവർ സിനിമ കാണണം എന്ന് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് വന്നിരിക്കുന്നവരുണ്ടാവും. ഇനി അപ്പുറത്തെ ഒരുത്തൻ ചിലപ്പോൾ ആണെങ്കിൽ യൂട്യൂബർ റിവ്യൂ ചെയ്യാനിരിക്കുന്നവരുണ്ടാവും. ഈ 10 പേരും ഒരേ മെൻറ്റാലിറ്റി, ഒരേ സിനിമയാണ് കാണണമെങ്കിലും ഒരേ കാര്യങ്ങളും ഒരേ ഒരു പോലെ ആയിരിക്കില്ല അത് പെർസീവ് ചെയ്യുക. ഇതൊക്കെ സിമ്പിൾ ഒരു സംഭവമല്ലേ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട എല്ലാവർക്കും അറിയാൻ. പക്ഷെ എന്നാലും പുള്ളി പറയുന്നത് ഈ സിനിമ അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്യരുത്, നിങ്ങളിത് മനസ്സിലാക്കാൻ ഹലോ മിസ്റ്റർ, മനസ്സിലാവുന്നവർക്ക് അത് മനസ്സിലാവും. ഇത് മാമൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ തന്നെ ഫഹദ് ഫാസിലിൻ്റെ സിനിമ ബെസ്റ്റ് എക്സാമ്പിളാണ്. അതിലും പറയുന്നത് പൊളിറ്റിക്സ് തന്നെയാണ്. ഫഹദ് ഈസ് കൈൻഡ് ഓഫ് എ വില്ലൻ, അറിയാലോ. അപ്പം പുള്ളി ഉദ്ദേശിച്ചത് ഫഹദിൻ്റെ വില്ലനസം കണ്ടിട്ട് ഈ ഫഹദിനെ പോലെ ഉള്ളവരിനെ എല്ലാ ആൾക്കാരും അവർക്ക് എതിരാവണം എന്നുള്ളൊരു മെസ്സേജാണ് പുള്ളി അതിൽ കൺവേ ചെയ്യാൻ നോക്കിയത്. പക്ഷേ തമിഴ്നാട്ടിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇറങ്ങി അത് കുറച്ച് ഹിറ്റായി, ഫഹദിൻ്റെ റോള് ഭയങ്കര ഹിറ്റായതിനു ശേഷം അവിടെ ആൾക്കാർ ഈ ജാതി പൊളിറ്റിക്സിൽ, അവിടെ ഒരുപാട് ജാതി പൊളിറ്റിക്സിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സ് അടിക്കാൻ തുടങ്ങി. ഫഹദിൻ്റെ ഫോട്ടോ വെച്ചിട്ട്, ആ ഒരു ലുക്ക്, ആ ഒരു മീശ ലുക്കൊക്കെ വെച്ചിട്ടുള്ള ഫഹദിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് പിന്നെ അവർ ഫ്ലക്സ് അടിച്ചിട്ട് അവരുടെ ആ പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പുള്ളി എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. അതായത് പൊളിറ്റിക്കൽ സിനിമയായിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരാളും കാണില്ല. അപ്പോൾ അതിൽ എന്ത് ചെയ്യണം, കുറച്ച് എൻ്റർടൈൻമെൻറ്റും കുറച്ചൊരു മെയിൻ സ്ട്രീം ആവാനുള്ള കുറച്ച് എലമെൻറ്റ്സൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അത് കാണും. അപ്പോൾ അത് കാണുമ്പോൾ ചിലവർക്ക് പൊളിറ്റിക്സ് കത്തും, ചിലവർക്ക് അത് കത്തില്ല. അതിനെല്ലാവരും ഇങ്ങനെ കാണണം അങ്ങനെ പറയുന്നതിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു യോജിപ്പില്ല. എൻ്റെ ഒരു പേഴ്സണലി എങ്ങനെ അപ്പോൾ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൺവേ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി
സട്ടിലായിട്ടുള്ള രീതിയിൽ, അതായത് അറിയാൻ പാടില്ല. അതായത് കാണുന്ന ഒരാൾ അറിയാൻ പാടില്ല, ഓ ഇതൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്, ഇതൊരു കൈൻഡ് ഓഫ് ഒരു പ്രൊപ്പഗൻഡയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സിനിമ കഴിയുന്നത് വരെ മനസ്സിലാവാൻ പാടില്ല. അത് ഇറ്റ് വിൽ മേക്ക് എ ചേഞ്ച്. നമ്മുടെ സബ് കോൺഷ്യസിൽ ആ ഒരു ചേഞ്ച് അങ്ങനത്തെ സിനിമകൾക്ക് വരുത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സൂപ്പർമാൻ കൈൻഡ് ഓഫ് ഓൺ ദ ഫേസ് ആണ്, പക്ഷെ എന്നാലും ഇപ്പോൾ സൂപ്പർമാൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഏതോ സിനിമ എടുത്തോ, വി ഫോർ വെൻഡേറ്റ, അങ്ങനത്തെ സിനിമകളൊക്കെ ഇല്ലേ, ഈ പൊളിറ്റിക്കൽ ഈ മെസ്സേജ് കൺവേ ചെയ്യുന്ന സിനിമകൾ, വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇവർക്ക് പറയാനുള്ള പൊളിറ്റിക്സ് അവരവിടെ കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ഡിക്കാപ്രിയോൻ്റെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഉണ്ട്, അതിലും പൊളിറ്റിക്സാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ പൊളിറ്റിക്സ് ഒന്നും ഫോളോ ചെയ്യാത്ത ഒരാൾ പോയി കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കാര്യം മനസ്സിലാവും, അവരെന്താ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സമൂഹത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അവർക്കെതിരെ നമ്മൾ നിൽക്കണം. യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കെതിരെ നമ്മൾ നിൽക്കണം എന്നാണ് നമ്മൾ സൂപ്പർമാൻ കാണുമ്പോൾ ഈ പൊളിറ്റിക്സ് ഒന്നും അറിയാത്ത ആൾക്ക് മനസ്സിലാവുക. അതല്ലേ വേണ്ടത്, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ശരിക്കും പൊളിറ്റിക്കൽ മെസ്സേജ് പറയണമെങ്കിൽ പറയേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. ഓക്കെ, പിന്നെ പുള്ളിയുടെ അടുത്ത് അതായത് എപ്പോഴുള്ള സംഭവമാണ് ഈ മലയാളി ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യും, എന്നിട്ട് സ്കിന്ന് ഡാർക്ക് ആക്കിയിട്ട് അഭിനയിപ്പിക്കും. അപ്പോൾ അത് തമിഴ്നാട്ടിലുള്ളവർക്ക് എപ്പോഴും ഒരു ഇതാണ്. പുള്ളിയുടെ അടുത്തൊരു ചോദിച്ചിട്ടുണ്ട് പ്രസ് മീറ്റ് എന്തോ നടക്കുമ്പോൾ, പുള്ളി അതിന് പറഞ്ഞതാണ് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡിസേബിൾ ആയിട്ടുള്ള ആളെ കൊണ്ട് അഭിനയിപ്പിക്കില്ലല്ലോ, അപ്പോൾ ഈ ചോദ്യം ഇൻവാലിഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കെതിരെ ഇങ്ങനത്തെ കുറച്ച് അലിഗേഷൻസ് ഉണ്ട്. പിന്നെ പുള്ളി ഇങ്ങനെ ഈ കാസ്റ്റ് പൊളിറ്റിക്സിൻ്റെ സിനിമ എടുക്കുന്നതുകൊണ്ട് ഈ മറ്റേ ടീംസിന് ഈ പുള്ളീനെ തിരി എതിർപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ആകാശവാണി എന്ന് പറഞ്ഞിട്ട് ഈ തെലുങ്ക് സിനിമേൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്ന ഒരു എക്സിലൊരു പേജ് ഉണ്ട്, ഭയങ്കര ഫോളോവേഴ്സൊക്കെ ഉള്ളതാണ്, 141K ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ തെലുങ്ക് അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്താ, അത് നിങ്ങൾക്ക് ഇത് ഈ ബൈസനെ പോലെ സിനിമകളും ഈ പൊളിറ്റിക്കൽ സിനിമ എടുത്തിട്ട് മതിയാവുന്നില്ലേ, എപ്പോഴും പൊളിറ്റിക്കൽ സിനിമ തന്നെ, ഇതെന്താ നിങ്ങൾക്കിത് മതിയാവുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അത് തെലുങ്കുകാർ തമിഴന്മാരെ കളിയാക്കുന്ന ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഫുൾ കമൻസ് ആയിരുന്നു, നിങ്ങൾ മറ്റേ സിനിമകൾ, ഈ തെലുങ്ക് സിനിമകളല്ലേ കാണുന്നത്, ഈ ആകാശവാണിനെ മറ്റേ ആദ്യ പുരുഷനെ ന്യൂ ഏജ് മാസ് രാമായണം എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കളിയാക്കിയിട്ട് അങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു സംഭവം, ഒരു കോൺവെർസേഷൻ എപ്പോഴും ഉണ്ട്. പുള്ളിയുടെ ഈ പൊളിറ്റിക്സിൻ്റെ എതിരെ നിൽക്കുന്നവർ പുള്ളിനെ വന്ന് കളിയാക്കാറുണ്ട്. പക്ഷെ പുള്ളി ചെയ്യുന്നതും ഇങ്ങനത്തെ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് അയാളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അത് എനിക്ക് വലിയ ഒരു താല്പര്യമുള്ള പോലെ തോന്നിയില്ല. ഞാൻ അടുത്തത് നമ്മുടെ സന്ദീപ് റെഡ്ഡി വാങ്കാണ്ണൻ്റെ കുറേ കളികളാണ്. അറിയാമല്ലോ, പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി പുള്ളിയുടെ പടത്തിനെ ഒരു ലെവലിൽ എത്തിക്കാൻ പുള്ളിക്ക് അറിയാം. ആദ്യം ദീപിക പതുക്കോൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കണ്ടല്ലോ പ്രഭാസിൻ്റെ. അപ്പോൾ പുള്ളി ആദ്യം ദീപിക പതുക്കോൻ്റെ ഒരു കേസ് വെച്ചിട്ട് പുള്ളിയുടെ എല്ലാവരും കൊണ്ടും പുള്ളിൻ്റെ സൈഡിലാക്കി, ദീപികനെ എല്ലാവരും തെറി പറയിപ്പിച്ച് ദീപിക ഫുള്ള് ലീക്കാക്കി, ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ദീപിക എന്തോ 8 മണിക്കൂർ വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഭാഗം പുള്ളി ഓക്കെ ആക്കി, ദീപികനെ എല്ലാവരും ഇപ്പോൾ ചീത്ത പറയാൻ തുടങ്ങി. അപ്പം അതുപോലെ പുതിയൊരു സംഭവമായിട്ട് വന്നിട്ടുണ്ട്. പ്രഭാസിൻ്റെ ബർത്ത്ഡേ എന്തോ ആണ്. അപ്പോൾ അതിൽ സ്പിരിറ്റിൻ്റെ ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റോ ചെറിയൊരു സംഭവം വന്നിട്ടുണ്ട്. അതിൽ ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രഭാസിനെ പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും ഓഹോ, പ്രഭാസാണ് ഇന്ത്യയിൽ ഭയങ്കര സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിക്കാരും വന്നിട്ടുണ്ട്, തമിഴന്മാരും വന്നിട്ടുണ്ട്. അറിയില്ല, രജനികാന്ത് ഉള്ളപ്പോൾ ഉണ്ടോ വേറെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് തമിഴന്മാർ പറയുന്നുണ്ട്. ശരിക്കുള്ള സൂപ്പർ സ്റ്റാർ മറ്റേ സൽമാൻ ഖാനാണ്, മറ്റവരാണെന്ന് പറഞ്ഞിട്ട് ഹിന്ദിക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു കോൺട്രവേഴ്സിയിൽ ഈ ഒരു സിനിമേൻ്റെ കുറച്ച് മൊമെൻറ്റും കിട്ടും. അണ്ണനറിയാം എന്ത് ചെയ്താൽ എവിടെ കൊള്ളുന്നു അണ്ണനറിയാം, കൃത്യമായിട്ട് കൊള്ളിക്കുന്നുണ്ട് പൊളി. ഇനി കാന്താരയുടെ കാര്യമാണ്. കാന്താര നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം 52 കോടി. ഓക്കെ, 17ാമത്തെ സിനിമയാണ് നമ്മുടെ മലയാള സിനിമയിലെ 17ാമത്തെ സിനിമയാണ് 50 കോടി എന്നുള്ള മാർക്ക് മറികടക്കുന്നത്. 52 കോടി കളക്ട് ചെയ്തിട്ടുണ്ട് കാന്താരൻ്റെ ചാപ്റ്റർ 1 സെക്കൻഡ് പാർട്ട്. അതായത് 5ാമത്തെ നോൺ മലയാളം മൂവിയാണ്. ഇതിന് മുന്നേ ഉള്ള സിനിമകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഹുബലി സെക്കൻഡ്, KGF സെക്കൻഡ്, ജയിലർ, ലിയോ
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5ാമത്തേത് കാന്താര ചാപ്റ്റർ 1. ഓക്കെ, 2ാമത്തെ കന്നഡ സിനിമയാണ്. 1ാമത്തെ കന്നഡ സിനിമ KGF സെക്കൻഡ് പാർട്ട്. മമ്മൂട്ടിക്കും ഇല്ല, ദുൽഖറിനും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മമ്മൂട്ടിക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി ഫാൻസിനെ മറ്റേ മോഹൻലാൽ ഫാൻസ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇനി കാണാട എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി ഫാൻസ് കുറേ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിയിൽ പൃഥ്വിരാജിന് കോളടിച്ചു. പുള്ളിയാണ് ഡിസ്ട്രിബ്യൂഷൻ, അറിയാലോ, പ്രത്യേകിച്ച് പ്രൊഡക്ഷൻസാണ് ഡിസ്ട്രിബ്യൂഷൻ. കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതെന്ന്. നല്ല എല്ലാവിടെയും നന്നായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. 800 കോടിയോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് മൊത്തം വേൾഡ് വൈഡ്. 1000 എത്തും എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ വലിയ വേറെ സിനിമകളൊന്നും അതിൻ്റെ ഇടയിൽ വരാനുമില്ല. അപ്പോൾ പിന്നെ ലോങ് റൺ ഉണ്ടാവുമല്ലോ, ഈ മറ്റേ നോർത്തിലൊക്കെ നല്ല ഓടുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് കാന്താരൻ്റെ കാര്യം. പൊളി, നല്ലൊരു കളക്ഷൻ കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. ആ ദീപാവലിയും അതിന് മുന്നേ ഒരു ലോങ് വീക്ക് ഉണ്ടായിരുന്നു. അതിലും ഒന്നും വേറെ മേജർ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ ഒന്നും റിലീസ് ഉണ്ടായില്ല, വേറെ എവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ദീപാവലിക്ക് മുന്നേ ഉള്ള ആ ഒരു 1.5 ആഴ്ച അത് ഫുള്ള് എടുത്തിട്ടുണ്ട് കാന്താര ഓൾ ഇന്ത്യ. അടുത്തത് നമ്മുടെ രാഹുൽ സദാശിവൻ്റെ DS ഈറെ. ഇതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ ഇത് എനിക്ക് ഈ വായിക്കൊള്ളാത്ത ഓരോ പേര് സിനിമയ്ക്കിടയിൽ ഒരു താല്പര്യമില്ലാത്ത ആളാണ്. ഇതെങ്ങനെ നിങ്ങൾ DS ഈറെ കണ്ടോ എന്ന് ഇത് വെറൈറ്റിക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമയിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ പേരിടരുത്. അപ്പോൾ പറയാൻ വന്നത് A സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രാഹുൽ സദാശിവൻ ഈസ് കുക്കിംഗ് സംതിങ് ഹെവി. 31-ാം തീയതിയാണ് റിലീസ്, ഹാലോവീൻ്റെ അന്ന്. അപ്പോൾ എന്തോ കാര്യമായിട്ടുണ്ട്, പ്രണവിനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നുണ്ട്. A സർട്ടിഫിക്കറ്റ് ഉണ്ട്. മിക്കവാറും ബ്ലഡ് ആയിരിക്കും, മിക്കവാറും കുറേ ചോരൻ്റെ സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ മറ്റേ കൂലിക്ക് മറ്റേ A സർട്ടിഫിക്കറ്റ് കൊടുത്ത പോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. കൂലിയിലൊക്കെ എന്തിനാണോ A സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ച പോലെ അതുപോലെ ആവാതിരുന്നാൽ മതി. മിക്കവാറും എനിക്ക് തോന്നുന്നത് ആ ബ്ലഡും സംഭവങ്ങളൊക്കെ ആയിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ പ്രേത സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതന്നെ ആയിരിക്കുമല്ലോ. അതാണ് സംഭവം. അതേപോലെ നമ്മുടെ ഡിക്കാപ്രിയോൻ്റെ സിനിമ, പോൾ തോമസ് ആൻഡേഴ്സൻ്റെ ഡയറക്ടോറിയലിൽ വന്ന വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അതിൽ ഇപ്പോൾ പറയുന്നത് കണക്കുകൾ വെച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു സിനിമൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സംഭവം. അതായത് 100 മില്യൻ്റെ അടുത്ത് നഷ്ടം വന്നു വാർണർ ബ്രോസ് എന്ന് ഇപ്പോൾ ഇതിൻ്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ് ഇവർ പറയുന്നത്. പക്ഷേ കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, വേൾഡ് വൈഡ് കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 166 മില്യൺ ഇതുവരെ ആയിട്ടുണ്ട്. 200 മില്യൺ വരെ പോകുന്നും എസ്റ്റിമേഷൻ പറയുന്നുണ്ട്. 135 മില്യനാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. ഓക്കെ, 135 മില്യൺ. സൈഫൈ സിനിമകൾ മറ്റേ ഏലിയൻ റോമിലസ് ഒക്കെ ഇല്ല, അതൊക്കെ 80 മില്യൺ എടുത്തതാണ്. ഇതെനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ തെലുങ്ക് സിനിമയും മറ്റേ ഈ വേറെ സിനിമ നമ്മുടെ തമിഴ് സിനിമയൊക്കെ എടുക്കുന്ന പോലെ നായകൻ തന്നെ, ഹിന്ദി ഒക്കെ കണക്ക് തന്നെ, എല്ലാവരും എടുക്കുന്ന പോലെ തന്നെ ഈ നായകന് തന്നെയാണ് പകുതി സിനിമേൻ്റെ പകുതി കോസ്റ്റും. അങ്ങനെ എന്തോ ഒരു പരിപാടിയിലാണ് ഈ 135 എടുത്ത് ആയിരിക്കുന്നത് സിനിമയുടെ ബഡ്ജറ്റ്. നിങ്ങൾ സിനിമ കണ്ടാൽ അറിയാം, അതിലൊന്നുമില്ല. അതിൽ ആകെ ഉള്ളത് അതായത് ഒരു കാർ ചേസ് സീന് വേണം സാർ, എന്ത് ചെയ്യണം? അപ്പോൾ കുറേ കാറുകൾ വന്നിട്ട്, നോളിനൊക്കെ ആണെങ്കിൽ കുറേ കാറുകൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിനെ പൊളിച്ച് അതിനെ മറ്റേ വേണമെങ്കിൽ ഒരു പ്ലെയിൻ കൊണ്ട് ഇറക്കി, ശരിക്കും പ്ലെയിൻ മേടിച്ച് ഇറക്കി പാടത്ത് മറ്റേ നെല്ല് കൊയ്ത് ആ നെല്ലിൻ്റെ ഇടയിൽ കൂടെ പോവുക, അങ്ങനെയൊക്കെ ആയിരിക്കും പുള്ളി പറയുക. പോൾ തോമസ് ആൻഡേഴ്സൺ പറഞ്ഞു ഓക്കെ ഒരു കാർ ചേസ് സീന് വേണം അല്ലേ, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീനാണ്. ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് കയറ്റവും ഇറക്കമുള്ള കുറച്ച് വഴിയുണ്ടോ, അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ, എന്നാൽ നമുക്ക് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം. അതായത് അതിൽ ലാസ്റ്റ് ഒരു കാർ ചേസ് ചെയ്യുന്നുണ്ട്, ടെൻഷൻ അടിച്ച് നമ്മളൊക്കെ ഒരു വഴിക്കാവും, ഒന്നുമില്ല, സ്ട്രെയിറ്റ് റോഡ്, കുറേ കയറ്റവും ഇറക്കും. ഞാൻ സ്പോയിലൊന്നും ചെയ്യില്ല, നിങ്ങൾക്ക് കാണുക. ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, നിങ്ങൾ OTT വരുമ്പോഴോ ഡിജിറ്റൽ റിലീസ് വരുമ്പോഴോ കാണാം. ഫക്കിങ് ക്രേസി കാർ ചേസ് സീന് എത്ര സിമ്പിളായിട്ടാണ് പുള്ളി എടുത്തിരിക്കുന്നത്. എന്നാൽ പിന്നെ ടെൻഷൻ എന്തെങ്കിലും കുറവുണ്ട്, അതുമില്ല, ബ്രഹ്മാണ്ടം അതൊന്നുമില്ല. പക്ഷേ ഒരു വെറൈറ്റി സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കാർ ചേസ് സീൻ.
അപ്പോൾ ഇവിടെ പറയാൻ വന്നത് ബഡ്ജറ്റൊക്കെ ഇത് എങ്ങനെ ഈ 135 ഈ കയറ്റം ഇറക്കം ഇവർ പണിതൊന്നുമല്ല, അത് ഏതോ റോഡിൽ പോയി ഉണ്ടാക്കിയതല്ലേ. അതാണ് അതിൽ ഏറ്റവും ഒരു ഔട്ട്ഡോർ ഒരു സീനായിട്ട് അതിലുള്ളത്. പിന്നെ കുറച്ച് ബോംബ് ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. അതിനൊന്നും ഒരിക്കലും ഇത്ര പേരില്ല. അത് മിക്കവാറും ഡിക്കാപ്രിയോന് തന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഷോൺ പെന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പുള്ളിക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഹോളിവുഡുകാരൻ്റെ കണക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ ബഡ്ജറ്റ് അത് ഇൻറ്റു 2.5, ഓക്കെ, അങ്ങനെ ചെയ്യണം. അത് ചെയ്തില്ല അതിൻ്റെ മുകളിൽ കളക്ഷൻ വന്നാലേ പ്രോഫിറ്റ് ഉള്ളൂ. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. 50% എപ്പോഴും സിനിമാ തിയേറ്ററുകാർക്ക് പോവും, ഡിസ്ട്രിബ്യൂഷൻ സിനിമാ തിയേറ്ററുകാർക്ക് പോവും. ബാക്കി മാത്രമേ ഈ പ്രൊഡ്യൂസേഴ്സിന് കിട്ടുള്ളൂ. ഓരോ വീക്ക് കൂടുമ്പോഴും പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്നത് കുറഞ്ഞു വരും. 55 ആവും, 60 ആവും, 70 വരെ ആവുമെന്നാണ് എൻ്റെ ഒരു അറിവ്. പല ബിസിനസ് ഡീലിലും പല രീതിയിലായിരിക്കും. അപ്പോൾ 50% ഇവർക്ക് കിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ ഇവർക്ക് പ്രൊമോഷൻ കോസ്റ്റ് ഉണ്ട്. ഇവിടെ 100 മില്യൻ്റെ അടുത്ത് പ്രൊമോഷൻ കോസ്റ്റ് വന്നു എന്നും അവർ പറയുന്നുണ്ട്. നന്നായിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ള സംഭവങ്ങളിലൊക്കെ. അതുകൊണ്ട് പിന്നെ ഈ ഒരു സിനിമേൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പോൾ തോമസ് ആൻഡേഴ്സൻ്റെ കരിയർ എടുത്താൽ തന്നെ പുള്ളിയുടെ ഏത് സിനിമയും 100 മില്യൺ കടന്നിട്ടില്ല. ആകെ 100 മില്യൻ്റെ അടുത്തെത്താൻ പോയത് ദർ വിൽ ബി ബ്ലഡാണ്, അറിയാലോ, കൾട്ട് ക്ലാസിക്സ് ആണ്. അതിന് 76 മില്യൺ അത്രേ കിട്ടിയിട്ടുള്ളൂ. ഇത് പുള്ളിയുടെ എല്ലാ സിനിമയും വെച്ചിട്ട് ഏറ്റവും വലിയ കളക്ട് ചെയ്ത സിനിമയാണ്. പക്ഷേ അതിലും 100 മില്യൻ്റെ അടുത്ത് വാർണർ ബ്രോസ് നഷ്ടമാണ്. ഇതുകൊണ്ടൊക്കെയാണോ എന്ന് വാർണർ ബ്രോസിന് ഞാനൊരു റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാർണർ ബ്രോസിൻ്റെ ഇക്കൊല്ലം പൊള്ളി ലൈനപ്പായിരുന്നു. സിന്നേഴ്സ്, F1, അങ്ങനെ പൊള്ളി സിനിമകളും ഭയങ്കര കളക്ഷൻ കിട്ടിയത് വാർണർ ബ്രോസിനാണ്. എന്നിട്ട് വാർണർ ബ്രോസ് ഇപ്പോൾ സെല്ല് ചെയ്യാൻ പോവാണ്. നെറ്റ്ഫ്ലിക്സോ ഏതൊക്കെയോ ആൾക്കാരും കൂടെ ചേർന്ന് വാർണർ ബ്രോസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം സ്ട്രീമിങ് വേറെ ആൾക്ക് കൊടുത്തിട്ട് ഈ സിനിമ പ്രൊഡക്ഷൻ വേറെ ആൾക്ക് കൊടുക്കുക, അങ്ങനെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. മിക്കവാറും വാർണർ ബ്രോസ് കുറച്ച് ദിവസത്തിനുള്ളിൽ വിറ്റ് പോവും എന്നാണ് കമ്പനീൻ്റെ ന്യൂസുകളൊക്കെ വരുന്നത്. അപ്പോൾ എന്തിനാണോ ഇത്രയും സക്സസ്ഫുൾ ഇയർ ആയിട്ടും ഇവർ വെക്കുന്നത്? ചിലപ്പോൾ ഫിനാൻഷ്യലി ഇതുപോലെയൊക്കെ ഓരോ മണ്ടത്തരം ചെയ്ത് ഫിനാൻഷ്യലി കുറേ പ്രശ്നത്തിലാണ് വാർണർ ബ്രോസ്. അതുകൊണ്ട് തന്നെയാണ് വിൽക്കുന്നത്. നെറ്റ്ഫ്ലിക്സൊക്കെ എടുത്താൽ പൊളിയായിരിക്കും. ഇനിയിപ്പോൾ എല്ലാം നെറ്റ്ഫ്ലിക്സിൽ വരും. തിയേറ്ററിലൊന്നും ഇവർ ഇറക്കില്ല. അവസാനം എല്ലാം നെറ്റ്ഫ്ലിക്സിൽ വരുന്ന പോലെ ആക്കും മിക്കോ. അങ്ങനെയാണ് നെറ്റ്ഫ്ലിക്സാണ് എടുക്കുന്നതെങ്കിൽ. കുറേ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെ പേരാണ് എല്ലാവർക്കും അറിയുന്നത്, അതുകൊണ്ട് നെറ്റ്ഫ്ലിക്സിൻ്റെയും പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ഈ ആഴ്ച കണ്ട വേറൊരു സിനിമ ഡ്യൂഡ് കണ്ടു കഴിഞ്ഞു. ഞാൻ വന്ന് വീട്ടിലെത്തിയതും ഞാനൊരു റീല് കണ്ടേ. ഞാൻ ഇവിടെ അത് പ്ലേ ചെയ്യാം. അത് ആരും ഉണ്ടാക്കിയൊരു ബീമാണ്. അതന്നെ, വേറെ ഒന്നും പറയാനില്ല. ഇതാ റിവ്യൂ ഒന്നും നിങ്ങൾ കാണണ്ട. നിങ്ങളിതാ ഈ ഒരു റീൽ അങ്ങോട്ട് കണ്ടാൽ മതി. ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. പൊന്നെ ഉദാഹരണല്ലേ പറയണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യയെ അവന് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? ഇതന്നെ, ഇവൻ അവനോട് ഇഷ്ടം, ഇവൾക്ക് ഇവനോട് ഇഷ്ടം, ഇവനെ ഇഷ്ടമല്ല. അവസാനം ഇവര് ഇതന്നെയാണ് അതിൽ അവസാനം. അതിൽ കുറച്ച് സെക്കൻഡ് ഹാഫിലാകുമ്പോഴേക്ക് കുറച്ച് ഇവർ പൊളിറ്റിക്കൽ മെസ്സേജൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതൊന്നും വിഷയമല്ല. 100 കോടി അടിച്ചിട്ടുണ്ട്. ഇതാണ് മനസ്സിലാവുന്നത്. ഈ തമിഴ്നാട്ടിൽ ഈ 100 കോടി അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പക്ഷേ ഈ തമിഴ് സിനിമകളാണെങ്കിൽ ലോകത്തെല്ലാം, അപ്പോൾ നമ്മുടെ മലയാള സിനിമ പോലെ അല്ലല്ലോ. അവിടെ എത്ര പോപ്പുലേഷൻ, അതുപോലെ ഈ സിംഗപ്പൂരും മറ്റെവിടെയൊക്കെ ഇവരുടെ ഇഷ്ടംപോലെ തമിഴ് സിനിമകൾ റിലീസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഈ 100 കോടി അടിക്കാൻ തന്നപ്പോൾ ഇവർ 100 കോടി ഭയങ്കര സംഭവമായിട്ട് പറയുന്നത് എനിക്കത് മനസ്സിലായിട്ടില്ല. പ്രദീപ് രംഗനാഥെന്ന് ഒരു സ്പെഷ്യൽ ഒരു റെക്കോർഡ് പോലത്തെ ഒരു സാധനമുണ്ട്. ആദ്യത്തെ 3 സിനിമ, ലവ് ടുഡേ, ഡ്രാഗൺ, പിന്നെ ഡ്യൂഡ്, 3 സിനിമയ്ക്കും 100 കോടി വെച്ച് അടിച്ചിട്ടുണ്ട്. 100 കോടി കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 10 ദിവസം എങ്ങാണ്ട് ആയിട്ടുള്ളൂ, 10 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ 100 കോടി അടിച്ചു ഡ്യൂഡ്. അപ്പം തന്നെ ഇളയരാജ ഒരു കേസും കൊടുത്തിട്ടുണ്ട്. കറുത്ത മച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പുള്ളിയുടെ യൂസ് ചെയ്തു എന്നിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികം. ഈ ഇളയരാജ എന്താ കിളിയെ നമ്മുടെ ലോകയിലെ പാട്ടിന് മാത്രം കോപ്പിറൈറ്റ് കേസ് കൊടുക്കാത്തതാണ് ഞാൻ ആലോചിക്കുന്നത്.
ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഈ ലോകിക്ക് മാത്രം കൊടുത്തിട്ടില്ല. ദുൽഖർ എന്തെങ്കിലും ആദ്യം തന്നെ പോയിട്ട് അറിയുക, അതുകൊണ്ട് പോയിട്ട് വെച്ച് റൈറ്റ്സ് അധികം മേടിച്ച് വെച്ചായിരിക്കും, പറയാൻ പറ്റില്ല. ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലോകിക്ക് മാത്രം കൊടുത്തിട്ടില്ല. ഇനി അടുത്തൊരു ന്യൂസ് വരുന്നത് നമ്മുടെ മലയാള സിനിമയത്തെ ആ ഒരു സംഭവമാണ്, ഫിലിം ചേംബറിൻ്റെ ഒരു കാര്യമാണ്. അതായത് യൂഷ്വലി അവർ പറയുന്നത് ഒരു മാസം 20-25 മൂവീസ് രജിസ്റ്റർ ചെയ്യും ഫിലിം ചേംബറിൽ സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഈ മാസം അത് വെറും 6 സിനിമകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതായത് 6 പുതിയ സിനിമകളെ വരുന്നുള്ളൂ എന്നാണ് ഫിലിം ചേംബറിൻ്റെ ഡാറ്റ പറയുന്നത്. അപ്പോൾ ആൾക്കാർ ഫുള്ള് പറയുന്നത് ഈ പഴയ പ്രൊഡ്യൂസേഴ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ ഈ പുതിയ പ്രൊഡ്യൂസേഴ്സും ഈ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ ബാക്ക് ഔട്ട് ചെയ്യാണ്, അപ്പോൾ അവരൊന്നും ഇവിടെ വരുന്നില്ല എന്നുള്ള ഒരു സംഭവം, ഒരു പ്രത്യേക ഒരു അല്ലെങ്കിൽ 20-30 സിനിമകളൊക്കെ അല്ലേ ഈ വരുന്നതും, എല്ലാ ആഴ്ചയിലും ഒരു 2 സിനിമ വെച്ചുണ്ടാവും. പിന്നെ ഒന്നിലും പുറത്ത് വന്നില്ലെങ്കിലും എടുക്കുകയും ചെയ്യും, കുറേ സിനിമകൾ എടുത്ത് വയ്ക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ പുതിയൊരു സംഭവം, ഒരു ഫിനോമിനോൺ നടക്കുന്നുണ്ട്. ഭയങ്കര കുറവാണ് സിനിമകൾ എടുക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ അപ്പം അതിൻ്റെ അടിയിൽ ആൾക്കാർ പറയുന്നത് ധ്യാനിപ്പോൾ മറ്റേ സിനിമകൾ ചെയ്യൽ കുറച്ചു, അത് കാരണം എന്നും പറയുന്നുണ്ട്. സത്യമായിരിക്കും മിക്കവാറും. അടുത്തൊരു ന്യൂസ് വരുന്നത് ദ ബോയ്സിൻ്റെ ഒരു സംഭവമാണ്. ബോയ്സിൻ്റെ ആൾ വന്നിട്ട് പറയാണ് ഇപ്രാവശ്യം എന്തായിരിക്കും ബോയ്സ് ഫൈനൽ സീസണിൽ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എ അണ്ടർഗ്രൗണ്ട് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ഫാസിസ്റ്റ് ഗവൺമെൻറ്, നോ കമ്പാരിസൺ ടു എനിത്തിങ് ഗോയിങ് ഓൺ എനിവെയർ ഇൻ ദ വേൾഡ്. മനസ്സിലായി. അതായത് എന്തോ സംഭവിക്കുന്നുണ്ട്. ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ എതിരെയുള്ള റെസിസ്റ്റൻസാണ് ഇനി ഇതിലേക്ക് ബോയ്സ് ഫൈനൽ സീസണിൽ വരാൻ പോണ് എന്നുള്ളൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് വേറെ ഇതും മറ്റേ ഏതാണ് നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കില്ലേ, ഇത് തികച്ചും സാങ്കല്പികമാണ്, വേറെ എവിടെയും സംഭവിക്കുന്ന ഒന്നും ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സംഭവം ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കണ്ടിട്ട് അതല്ല ഇതല്ല എന്ന് പറയണ്ട, ഇതൊക്കെ ഇങ്ങനെ ഒരു ബന്ധമില്ല എന്ന് ആദ്യം തന്നെ പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തൊരു ന്യൂസ് വന്ന് പ്രിസൺ ബ്രേക്കിൻ്റെ ഒരു സംഭവമാണ്. പ്രിസൺ ബ്രേക്കിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരു റീബൂട്ട് വരുന്നുണ്ട്. സെയിം യൂണിവേഴ്സിൽ തന്നെ ഹൂലുവിലാണ് വരുന്നത്. അപ്പോൾ മിക്കവാറും നമ്മുടെ അവിടെ ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും മിക്കവാറും വരിക. ഒരു റീബൂട്ടാണ് വരാൻ പോകുന്നത്, സെയിം യൂണിവേഴ്സിൽ തന്നെ, പക്ഷെ ഒരു ഫീമെയിൽ ലീഡായിരിക്കും. അതിൻ്റെ പ്ലോട്ട് പറയുന്നത് എക്സ് സോൾജർ ടേൺഡ് പ്രിസൺ ഓഫീസർ വർക്കിംഗ് അറ്റ് വൺ ഓഫ് ദ ഡെഡ്ലിയസ്റ്റ് പ്രിസൺ ഇൻ അമേരിക്ക ടു പ്രൂവ് ഹൗ ഫർ ഷീ വിൽ ഗോ ഫോർ സമ്മൺ ഷീ ലവ്സ്. ഇത് വായിക്കുമ്പോൾ ഒരുമാതിരി ഉണ്ട്, പറയാൻ പറ്റില്ല. ഈ റീബൂട്ട് ചെയ്യുമ്പോഴും ഈ അങ്ങനത്തെ ഈ പുതിയൊരു സംഭവം ചെയ്യുമ്പോഴും എന്തിനാണ് എപ്പോൾ ഈ ഫീമെയിൽ ഇടുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഈ പ്രിസണിലും മറ്റേതൊക്കെ ഈ ഫീമെയിൽ പ്രിസണിലല്ലേ ഫീമെയിൽ ആൾക്കാരുണ്ടാവുക, പ്രിസൺ ഗാർഡ്സ് ഉണ്ടാവുക. മെയിൽ പ്രിസണിൽ ഫീമെയിൽ ഗാർഡ്സ് ഉണ്ടാവുമോ? അപ്പോൾ ഇതെന്താ അപ്പോൾ മറ്റേ ഓറഞ്ച് ഈസ് ദ ന്യൂ അതുപോലത്തെ ഇതാണോ അറിയില്ല. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു പരിപാടിയാണ്, ഈ ഫീമെയിൽ ലീഡ് റീബൂട്ടാണ് എന്നാണ് ഇവർ പറയുന്നത്. അടുത്തത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടതാണ്. ഇതൊക്കെ ഏത് യൂണിവേഴ്സ് ഇത് തോന്നിപ്പോയി. ബിൽ ഗേറ്റ്സ് ഒരു ഹിന്ദി സീരിയലിൽ അഭിനയിക്കും. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇയാളെന്തോ മറ്റേ ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എല്ലാവരും വാക്സിൻ കുത്തിവെച്ച് നന്നാക്കാനുള്ള എന്തോ ഒരു പരിപാടിയിലായിരുന്നല്ലോ. ഇപ്പം അതൊന്നും ഇല്ലേ നിങ്ങൾക്ക്? ആൾക്കാരൊന്നും ഇപ്പോൾ കൊല്ലണ്ടേ? സ്മൃതി ഇറാനിൻ്റെ അല്ലോ മുന്നേ MP. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ഇലക്ഷൻ തോറ്റു എന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ വീണ്ടും അഭിനയത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തോ അവിടുത്തെ എന്തോ ഭയങ്കര സീരിയലാണ്, ക്യോങ്കി സാസ് ബി കബി ബഹൂതി. നെവർ ഹേർഡ് ഓഫ് ഇറ്റ്. എന്തോ ഭയങ്കര സംഭവമാണ്. അതിൻ്റെ ഇടയിൽ കമൻസൊക്കെ അങ്ങനത്തെയാണ്. അപ്പോൾ അതിൽ സ്മൃതി ഇറാനിയും ബിൽ ഗേറ്റ്സും തമ്മിലുള്ള ഒരു വീഡിയോ കോള്
അതിൽ ഇയാൾ എന്തൊക്കെയോ പറയുന്നത് ശ്രീകൃഷ്ണ എന്നാ, അങ്ങനെ എന്തൊക്കെയോ ഹരേ കൃഷ്ണ എന്നാ, അങ്ങനെ എന്തോ ബിൽഗേറ്റ്സ് പറയുന്നുണ്ട്, സ്മൃതി ഇറാനി പറയുന്നുണ്ട് അതിൻ്റെ കുട്ടികളെ നിങ്ങൾ അമേരിക്കയിൽ വെച്ച് നോക്കുന്നുണ്ടല്ലോ അതിന് താങ്ക്സോ, അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രമോണ് ഞാൻ കണ്ടത്. ഇനി അതിൻ്റെ പുതിയ എപ്പിസോഡ് എന്തെങ്കിലും വരുന്നുണ്ടാവും. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? എന്തോടെ നടക്കുന്നത്? ഒരു പിടിയില്ല. ഇനി പറയാനുള്ളത് ഒരു വെറൈറ്റി പ്രമോഷൻ്റെ കഥയാണ്. അതായത് ഈ യോർഗോസ് ലാന്തിമോസ് എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായിൻ്റെ ഡയറക്ടർ, നമ്മുടെ കില്ലിംഗ് ഓഫ് സേക്രഡ് ഡിയറും ലോബ്സ്റ്ററൊക്കെ എടുത്ത ആൾ, പുള്ളിയും എമ്മാ സ്റ്റോണെന്നും കൂടെ ഒരു സിനിമ വരുന്നുണ്ട്. ബഗോണിയെന്നോ അങ്ങനെ എന്തോ ആണ് പേര്, പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. ബുഗോണിയ എന്നാണ് സിനിമയുടെ പേര്. കിഡിലൻ ഒരു ട്രെയിലറെ കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ട്. ഒരു സിഇഒനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി എന്തൊക്കെയോ അങ്ങനത്തെ ഒരു കഥയാണ്. നൈസാണ്. അപ്പോൾ അതിൽ എമ്മാ സ്റ്റോണിൻ്റെ ഒരു ലുക്ക് ഉണ്ട്, ഈ മൊട്ട അടിച്ചിട്ടൊരു ലുക്ക്. അപ്പോൾ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊട്ട അടിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരു ഷോ, അതായത് എല്ലാവരും മൊട്ട അതിൽ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടിയുണ്ടെങ്കിലും അവരൊരു ബാർബർ ഷോപ്പ് ചെയറിലൊക്കെ ഇരുത്തിയിട്ട് നിങ്ങളെ മൊട്ട അടിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റും. ഓൾറെഡി മൊട്ടയാണെങ്കിൽ പിന്നെ അടിക്കണ്ടല്ലോ, അതിന് നേരെ അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുക. ഇല്ലെങ്കിൽ അവർ തന്നെ മൊട്ടയൊക്കെ അടുപ്പിച്ച് ഒരു മൊട്ടകൾക്ക് കഴിഞ്ഞിട്ടുള്ളൊരു സീൻ, ഒരു ഷോ, ഒരു സ്പെഷ്യൽ ഷോ അങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ പ്രൊമോഷൻ ചെയ്യാൻ ഓരോ PR ടീംസ് കഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നി. ഇനി നമ്മുടെ അടുത്ത സെഗ്മെൻ്റാണ് അനൗൺസ്മെൻറ്റ്സ് ആണ്. കുറേ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇദ്രിസ് എൽബൻ്റെ ഹൈജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഉണ്ട്, ആപ്പിൾ TVയിലാണ് ഉള്ളത്. അതിൻ്റെ ഫസ്റ്റ് സീസൺ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് സീസൺ അനൗൺസ് ചെയ്തിട്ടുണ്ട് ജനുവരി 14 സെക്കൻഡ് സീസൺ വരുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ദുൽഖറിൻ്റെ ലോക വന്നതുകൊണ്ട് മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ട് കാന്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു തമിഴ് സിനിമ ഉണ്ടല്ലോ, അതിൻ്റെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് നവംബർ 14. അതെന്തിനാണ് ചെയ്തതെന്ന് എനിക്കതൊരു മനസ്സിലായിട്ടില്ല. ലോകയുടെ സക്സസ് ഉള്ളത് കാരണം കാന്ത മാറ്റിവെച്ചു എന്ന് അങ്ങനെ എന്തൊക്കെയാണ് റീസൺ പറഞ്ഞത്. അത് മാറ്റിവെക്കേണ്ട ആവശ്യം എന്താ? 2 സിനിമ, അത് തമിഴും ഇത് മലയാളം അല്ലേ, രണ്ടും സൂപ്പർ ഹീറോ സിനിമയൊന്നല്ലല്ലോ. അതും എന്തോ മറ്റേ സിനിമയ്ക്കുള്ളിലെ സിനിമ, അങ്ങനെ എന്തോ ഒരു ഡയറക്ടർ ആക്ടർ കോൺഫ്ലിക്റ്റോ അങ്ങനെ എന്തൊക്കെയാണ് ട്രെയിലറിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലായത്. ദുൽഖർ എന്തോ കാര്യമായിട്ട് എന്തൊക്കെയോ ഒരു പെർഫോമൻസ് ഒക്കെ പോലെ ട്രെയിലറിലുണ്ടായിരുന്നു. സിനിമ വരട്ടെ, കാണാം, കണ്ടിട്ട് പറയാം. അതേപോലെ മമ്മൂട്ടിയുടെ സിനിമ കളങ്കാവിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനായകൻ്റെ കൂടെയുള്ള സിനിമ നവംബർ 27 റിലീസ് ചെയ്യുന്നുണ്ട്. സൂട്ടോപ്പിയയിലെ ഡിസ്നിയുടെ സൂട്ടോപ്പിയൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് നവംബർ 26. ഇത്രയും പുതിയ അനൗൺസ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ആഴ്ചയും ഈ ആഴ്ചയും എന്തൊക്കെയാണ് മെയിനായിട്ട് കണ്ട കുറച്ച് കിടിലൻ ഐറ്റംസും ഇനി കുറച്ച് പ്രതീക്ഷയുള്ള കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ വിൻസ് ഗില്ലിങ്ങിൻ്റെ ബ്രേക്കിംഗ് ബാഡും ബെറ്റർ കോൾ സോളോ എടുത്ത ആളുടെ പ്ലറിബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ട്. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഒരു പിടിയില്ല, എന്തൊക്കെയോ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡീൻ്റെ സ്റ്റോറിയോ അങ്ങനെ എന്തൊക്കെയോ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ സംഭവമായിരിക്കും അറിയാലോ, ആപ്പിൾ TVയിലാണ് വരുന്നത്. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി നവംബർ 7 ആണ് സീരീസ് വരുന്നത്. ഫസ്റ്റ് സീസൺ വരുന്നുണ്ട് ആപ്പിൾ TVയിൽ. അടുത്തത് ഇതാണ് എല്ലാവരും ഇപ്പോൾ ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് പറഞ്ഞു, വെൽക്കം ടു ഡെറി. ഇറ്റിലെ ആ ഒരു കോമാളി പോലത്തെ ഒരു സംഭവമില്ലേ, ഒരു പ്രേതം, കോമാളി പ്രേതം, അതിൻ്റെ പ്രീക്വൽ എങ്ങനെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ, ഒറിജിൻ സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും വരുന്നത് 26. നമ്മുടെ ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും ഇത് വരിക. ഓരോ ആഴ്ച ഓരോ എപ്പിസോഡായിരിക്കും. എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ റോട്ടൻ ടൊമാറ്റോസിൽ ഫസ്റ്റ് ഇത് വന്നിട്ടുണ്ട് 79% അങ്ങനെ എന്തോ ആണ് ഫസ്റ്റ് റിവ്യൂസ് വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര സംഭവമായിരിക്കും. പിന്നെ അടുത്ത് നെറ്റ്ഫ്ലിക്സിൽ ഹൗസ് ഓഫ് ഡൈനമൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിഡിലൻ ഒരു സിനിമ വന്നിട്ടുണ്ട്. റബേക്ക ഫെർഗൂസനൊക്കെയാണ്, ഇദ്രിസ് എൽബയും റബേക്ക ഫെർഗൂസനൊക്കെയാണ് മെയിൻ ക്യാരക്ടർ.
ഒരു ന്യൂക്ലിയർ ബോംബിൻ്റെയും അതിൻ്റെ എന്തൊക്കെയോ ഡിഫ്യൂഷനോ കാര്യങ്ങൾ എന്തൊക്കെയോ ആണ് ഒരു മിഷൻ, അങ്ങനത്തെ ഒരു സംഭവമാണ്. സിനിമാ തിയേറ്ററിൽ ഇറക്കിയതാണ്, നെറ്റ്ഫ്ലിക്സ് പ്രൊഡക്ഷനാണ്. അത് സിനിമാ തിയേറ്ററിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു 10-ാം തീയതി ഒക്ടോബർ. 24-ാം തീയതി അത് വന്നിട്ടുണ്ട് ഓൾറെഡി. ഈ ഫ്രൈഡേ അത് വന്നിട്ടുണ്ട്, അത് കാണാം. ഇനി ഡിജിറ്റൽ റിലീസിന് വന്നത് കോഞ്ചൂറിങ് 4ൻ്റെ ലാസ്റ്റ് റൈറ്റ്സ് അത് വന്നിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ ഉള്ളവർക്ക് കാണാം. പിന്നെ കുറച്ച് റിലീസ് വന്നത് നമ്മുടെ ആമസോണിലാണ് കുറേ റിലീസ് വന്നിരിക്കുന്നത്. ദ ബൈക്ക് റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടോം ഹാഡിയും ഓസ്റ്റിൻ ബട്ട്ലറിൻ്റെയും ഒരു ബൈക്ക് ഗ്യാങ്ങിൻ്റെ ഈ ഡ്രഗ്സും അങ്ങനത്തെ ഉള്ള ഈ സ്മഗ്ലേഴ്സിൻ്റെ ആയിട്ടുള്ള ഗ്യാങ്ങില്ലേ, അപ്പോൾ അവരുടെ ഒരു സ്റ്റോറി പറയുന്ന ഒരു ബൈക്ക് ഗ്യാങ്ങിൻ്റെ സ്റ്റോറി പറയുന്ന ദ ബൈക്ക് റൈഡേഴ്സ് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. വലിയ ഹിറ്റൊന്നും ആയില്ല സിനിമ, പക്ഷേ ഞാൻ കണ്ടതാണ്, കുഴപ്പമൊന്നുമില്ല, ഒരു തവണ കാണുകയൊക്കെ ചെയ്യാം. ആമസോണിലുണ്ട്, സ്ട്രീം ചെയ്യാൻ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജെൻവി സീസൺ ഫിനാലെ കഴിഞ്ഞു, പൊള്ളിയായിരുന്നു. ഒരു അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമായിരിക്കും ഇനി അടുത്ത ബോയ്സിൻ്റെ 5th സീസൺ. അതാവാനുള്ള എല്ലാം ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബോയ്സ് ഇനി ഫൈനൽ സീസൺ കാണുമ്പോൾ ഇതൊക്കെ ആരുടെ കുറേ പിള്ളേർ ഇന്ന് തോന്നാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻവി ഒന്ന് കാണുക. നിങ്ങൾക്ക് ഒന്നും നഷ്ടം വരാനില്ല, ജെൻവി കണ്ടോ. ബോയ്സ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ജെൻവി ഒന്ന് കണ്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കീഴിലൊരു കോമഡി ഒരു സീരീസ് കണ്ടത്. കോമഡി സീരീസ് വളരെ കുറവാണ് ഇപ്പോൾ ഇറങ്ങുന്നത്, അറിയാലോ. എല്ലാവരും ഒഫൻഡ് ചെയ്യണം, അത് ചെയ്യണം, എല്ലാവർക്കും അയ്യോ ഇതെന്താ ഞങ്ങളെ പറയുന്നത്. ഇപ്പോൾ കൊമീഡിയൻസിനാണല്ലോ അറസ്റ്റ് ചെയ്യാനും ഈ ക്യാൻസൽ ചെയ്യാനും എളുപ്പം. ദ ചെയർ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജിയോ ഹോട്ട്സ്റ്റാറിലൊരു സീരീസ് ഉണ്ട്. കീടിലൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ചില യൂട്യൂബ് സ്കിറ്റ്സൊക്കെ ഇല്ലേ, കൈൻഡ് ഓഫ് അതുപോലെ, പക്ഷെ ഭയങ്കര ക്വാളിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് കാണാം, കോമഡി സീരീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ. പിന്നെ ഇനി ഇറങ്ങിയത് ഫൈനൽ ഡെസ്റ്റിനേഷൻ 6 ഇറങ്ങിയിട്ടുണ്ട്, ബ്ലഡ് ലൈൻസ്. എങ്ങനെ ഒരു മസാല ബ്ലോക്ക് ബസ്റ്റർ പടം എടുക്കണം എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മസാല പടം, ഏതാണ് ഒരു ക്വാളിറ്റി ഉള്ള മസാല പടം, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു പോപ്കോൺ മൂവി, ഒന്ന് ആലോചിക്കുക. ബ്രെയിൻ ഷട്ട് ഓഫ് ചെയ്തിട്ട് ചുമ്മാ ഇരുന്ന് കണ്ട് എൻ്റർടൈൻ ചെയ്യാനുള്ള മറ്റേ മാരി സെൽവരാജിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെയുള്ള സിനിമ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ വെറുതെ ഫൈനൽ ഡെസ്റ്റിനേഷൻ 6 ബ്ലഡ് ലൈൻസ് എടുത്ത് കണ്ടോ. ഒരു ബോറടിക്കാനുള്ള ഒരു ചെറിയ സ്ഥലം പോലും ഇല്ല. കുറച്ച് ബോറടിക്കാം എന്ന് പറഞ്ഞാൽ കൂടെ പറ്റില്ല, അങ്ങനെ സമ്മതിക്കില്ല. ഒരു കാര്യം അടുത്ത കാര്യം അങ്ങനെ പോന്ന് പോവാണ്. സിനിമ കഴിഞ്ഞതറിഞ്ഞില്ല, കിട്ടില്ലായിരുന്നു. കാണാം, ഹോട്ട്സ്റ്റാറിലുണ്ട്. ഇനി 2-3 സാധനം ഇതൊക്കെ ഹോട്ട്സ്റ്റാറിലുള്ളതാണ്. വെസ് ആൻഡേഴ്സൺ അറിയാലോ, മറ്റേ ഈ സിമെട്രീൻ്റെ ആൾ. പുള്ളിയുടെ എല്ലാ ഷോട്ടുകളും ഭയങ്കര എസ്തെറ്റിക്സ് ആയിരിക്കും. അതുപോലെ എല്ലാ ഹാഫ് കറക്റ്റ് സിമെട്രി ഉള്ള, പുള്ളിക്ക് എന്തോ OCD എന്തോ ഉണ്ട്. അപ്പോൾ വെസ് ആൻഡേഴ്സൻ്റെ സിനിമകളൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റൈലായിരിക്കും. പുള്ളിയുടെ ദ ഫിനീഷ്യൻ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. ബെനീഷ്യോ ഡെൽ ടോറോ മെയിൻ ക്യാരക്ടർ, ബെനഡിക്ട് കംബർബാച്ച്, ടോം ഹാങ്ക്സ്, അങ്ങനെ കുറേ പുള്ളിയുടെ സ്കാർലറ്റ് ജോഹാൻസൺ. പുള്ളിയുടെ കാസ്റ്റ് അറിയാലോ, എപ്പോഴും വലിയ കാസ്റ്റ് ഉണ്ടാവും. പുള്ളിയുടെ സിനിമകളൊന്നും തിയേറ്ററിൽ വലിയ ഹിറ്റോ അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടാവില്ല. എല്ലാം ഇങ്ങനത്തെ ചെറിയ സിനിമകളും ഒരു ചെറിയ സെറ്റപ്പായിരിക്കും. എന്താ പറയുക, ആർട്ട് സിനിമ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഇറങ്ങിയിട്ടുണ്ട്. വെസ് ആൻഡേഴ്സൺ സ്റ്റൈൽ ഇഷ്ടമുള്ളവർ കാണാം. ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ്റെ ലൈവ് ആക്ഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ചുമ്മാ ഈ മറ്റേ മൗഗ്ലിൻ്റെ മറ്റേ ജംഗിൾ ബുക്കിൻ്റെയൊക്കെ ലൈവ് ആക്ഷൻ എടുക്കുക, മറ്റേ എന്താണ് മുഫാസ, ലയൺ കിങ്ങിൻ്റെ ലൈവ് ആക്ഷൻ എടുക്കുക. ഒരാവശ്യമില്ല. ഞാൻ ഈ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ്റെ ലൈവ് ആക്ഷൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, എന്തിനാ ഇവർ ചെയ്യുന്നത്, വൈ ആർ ദേ ഡൂയിങ് ഇറ്റ്, ഒരാവശ്യമില്ല എന്ന് വിചാരിച്ചാണ് എന്നെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു. ഞാനങ്ങനെ മാറ്റി പറയാത്ത ഒരാളാണ്. എനിക്കെന്തെങ്കിലും ഓൾറെഡി ഇതെന്താ അതിങ്ങനെ തോന്നിയാൽ പിന്നെ ഞാനത് മാറ്റിയല്ല. എന്നെ കൊണ്ട് വരെ ഒരു മാറ്റി പറയിപ്പിച്ചു. കീടിലൻ ലൈവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കണം. അതായത് സോഴ്സ് മെറ്റീരിയലിനെ മനസ്സിലാക്കി എന്താണോ അതിൽ വേണ്ടത് അത് മാത്രം. അതിൽ വെറുതെ
കുറേ വോക്ക്നെസ്സിന് വേണ്ടിയിട്ട് ആൾക്കാരിന് റേസ് സ്വാപ്പ് ചെയ്യുക, ആണുങ്ങളുടെ റോളിൽ പെണ്ണുങ്ങളിൽ കൊടുക്കുക, പെണ്ണുങ്ങളുടെ ആണുങ്ങൾ കൊടുക്കുക, പിന്നെ ട്രാൻസൊക്കെ ആ ക്യാരക്ടറിനെ ഇൻക്ലൂഡ് ചെയ്യുക, ഒന്നുമില്ല. പക്ക സാധനം. ഓൾറെഡി ഹിറ്റാണല്ലോ മെയിൻ സാധനം. പിന്നെ അതിൽ എന്തിനായി മാറ്റം വരുത്തുന്നു? ഒരാവശ്യമില്ലല്ലോ. ഹിറ്റ് സാധനം അതേപോലെ എടുത്തു വയ്ക്കൂ. അനിമേഷൻ കാണാത്തവർക്ക് ഇത് കണ്ടോട്ടെ ലൈവ് ആക്ഷൻ. അല്ലെങ്കിൽ അവർ ഇപ്പം ഞാൻ അനിമേഷൻ കണ്ടിട്ടുണ്ട്, ഇപ്പം ഞാൻ ഇതും കാണുന്നുണ്ട്. ഫാൻസുകാർക്ക് കൊടുക്കുക. അല്ലാണ്ട് ഈ സിനിമ കാണാത്ത ഈ വോക്ക് ആൾക്കാരും ഈ വെറുതെ ലിബറലായിട്ടുള്ള ആൾക്കാരിന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വെറുതെ റീബൂട്ട് ചെയ്യലും വെറുതെ ഈ ലൈവ് ആക്ഷൻ എടുക്കുന്നതിൻ്റെ ഒരാവശ്യമില്ല. കറക്റ്റ് മീറ്ററിൽ അവരത് പിടിച്ചിട്ടുണ്ട്. അതവിടെ കാണാനുണ്ട്. പൊളി. ഹോട്ട്സ്റ്റാറിലുണ്ട്. അടുത്തത് 2 അനിമേ ന്യൂസുകളാണ്. വൺ പഞ്ച് മാൻ്റെ 3ാമത്തെ സീസൺ ഇപ്പോൾ റണ്ണിങ്ങിലാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഉള്ളത് നമ്മുടെ അവിടെ. ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ട്. അതായത് 6 കൊല്ലത്തിന് ശേഷമാണ് 2019 സെക്കൻഡ് സീസൺ വന്നത് വൺ പഞ്ച് മാൻ്റെ. അപ്പോൾ 6 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നത് ഇങ്ങനെയാണോടോ ഇത് ചോദിച്ചിട്ട് ഫുള്ള് തെറിവിളിയാണ് എല്ലാവരുടെയും. ഫുള്ള് കളിയാക്കലും മീംസൊക്കെയാണ്. കാരണം അനിമേഷൻ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. ഇത് 10 കൊല്ലം മുന്നത്തെ അനിമേഷനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫാൻസുകാരും എല്ലാവരും ചീത്ത വിളിക്കുന്നത്. ചുമ്മാ പറയല്ല. ഇതിൻ്റെ ഡയറക്ടർ ഷിൻപേ നഗായി പുള്ളി ഡീആക്ടിവേറ്റ് ചെയ്ത് പോയി, ഓടി. ഈ അനിമേ ഫാൻസ് എത്ര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് അറിയാലോ. അവരോട് കളിക്കാൻ നിൽക്കരുത്. മറ്റേ സിനിമ ഫാൻസ് പോലെയല്ല. അതായത് ഷിൻപേ നഗായി എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ അയാളുടെ എക്സിലെ അക്കൗണ്ട് പൂട്ടിയിട്ട് എനിക്ക് ഈ ബുള്ളിങ് താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഈ ചീത്തയൊക്കെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് പോയി. അജ്മൽ അമീറിനൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കുക, ആൾക്കാരിത് മറന്ന് അടുത്ത പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ പുള്ളി അത് ചെയ്തു. 2 എപ്പിസോഡ് വന്നതിൽ 2ാമത്തെ എപ്പിസോഡ് 3 എപ്പിസോഡ് വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇറങ്ങുമ്പോഴേക്കും 4 എപ്പിസോഡ് വന്നിട്ടുണ്ട്. 2ാമത്തെ എപ്പിസോഡിന് റേറ്റിംഗ് വെറും 6.4 ഉള്ളു IMDbയിൽ. അനിമേഷനൊക്കെ വല്ല PPT പ്രസൻറ്റേഷൻ പോലെ ഉണ്ട് എന്നൊക്കെയാണ് പിള്ളേർ പറയുന്നത്. ഞാൻ കണ്ടു നോക്കി. അതായത് എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കുറേ കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തൊക്കെയോ ഇവർ ടെക്നോളജിയിൽ ഇവർ കുറേ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും എന്ന് വിചാരിക്കും. എനിക്കങ്ങനെ വലിയ മറ്റേ വ്യത്യാസമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ പഴയ സ്റ്റൈൽ അനിമേ ഉള്ള സംഭവങ്ങളും കാണും, പുതിയതും കാണുമല്ലോ. അപ്പോൾ അവർ വിചാരിച്ച പോലെ വന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സംഭവം ശരിയാണ്, കുറച്ച് ഔട്ട്ഡേറ്റഡ് തന്നെയാണ് ആനിമേഷനും കാര്യങ്ങളൊക്കെ. സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ബാഡ്. ഓക്കെ, പക്ഷേ ആൾക്കാർ അറിയാമല്ലോ, എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ എടുത്ത് കുറേ മീംസും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്തത് മൈ ഹീറോ അക്കാഡമീൻ്റെ സംഭവമാണ്. അതിൻ്റെ 8th സീസൺ ഫൈനൽ സീസൺ ഇപ്പോൾ റണ്ണിങ് ആണ്. 4 എപ്പിസോഡ് എന്താ ഇറങ്ങി. എല്ലാ സാറ്റർഡേ ആണ് അത് വരുന്നത്. അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റൈറ്റർ ജെയ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ലൈവ് ആക്ഷൻ മൈ ഹീറോ അക്കാഡമീൻ്റെ വരുന്നുണ്ട് എന്ന്. ഈ അനിമേ ലൈവ് ആക്ഷൻ ഇതിപ്പോൾ ഞാൻ മറ്റേ ലൈവ് ആക്ഷൻ പറഞ്ഞ പോലെ ഈ അനിമേ ലൈവ് ആക്ഷൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ആക്ച്വലി ആ വൺ പീസിൻ്റെയൊക്കെ ലൈവ് അഡാപ്റ്റേഷനൊക്കെ ചെയ്യുന്നത് അവർക്ക് എത്രത്തോളം ഇത് നമുക്ക് അനിമേ ഫാൻസിന് അത് ഇഷ്ടപ്പെടില്ല. ഈ ഫാൻസിനും ഈ സാധാരണ ഈ വേറെയുള്ള സിനിമ കാണുന്ന പോലത്തെ ടീംസിനും ഇതെന്താ ഇതിങ്ങനെയെന്ന് അവരും ചോദിക്കും. അപ്പോൾ ഹൂ ഈസ് ദിസ് ടാർഗറ്റിംഗ്? ലൈക്ക് ഹൂ ഈസ് എ ടാർഗറ്റ് ഓഡിയൻസ് ഹിയർ? നിങ്ങൾ ഫാൻസിനാണോ ചെയ്യുന്നത്? സിമ്പിൾ ലോജിക്കല്ലേ. അത്രേ എനിക്കും പറയാനുള്ളൂ. ഇതെന്തിനാണ് ഇവർ ചെയ്യുന്നത് അറിയില്ല. എന്തായാലും ചെയ്യുന്നുണ്ട്. ക്യാഷ് ഗ്രാബ് തന്നെയാണ് ഇത് ബേസിക്കലി. ഇവർക്ക് പൈസ ഉണ്ടാക്കണം. ഈ ഫാൻസിന് ഇത് കുറേ ഫാൻസ് ഉണ്ടെന്ന് അവർക്കറിയാം. ഇപ്പോൾ ഫൈനൽ സീസൺ ആയല്ലോ, ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ പൈസ എന്തെങ്കിലും വേറെ വഴിവാണല്ലോ. അപ്പോൾ ഇതന്നെയാണ് സംഭവിക്കുന്നത് എല്ലാവരുടെയും. ചിലപ്പോൾ അത് വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല. ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗണിൽ ഇതുപോലെ വർക്കാവില്ല വിചാരിച്ചു, വർക്കായി. കഴിഞ്ഞു. ഈ ആഴ്ചയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആഴ്ച ഇതേപോലെ ഒരു വീഡിയോ കാണാം. ഓക്കെ.